ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ 15 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജർ വികസിപ്പിക്കുന്നതിനായി ബോംബെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ടാറ്റ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവെച്ചു. സെമി കണ്ടക്ടർ ചിപ്പുകളുടെ പരിശോധനയ്ക്കും ചിപ്പുകളിൽ ഉണ്ടാവുന്ന തകരാറുകൾ പരിഹരിക്കാനും അതുവഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഊർജ്ജക്ഷമത മെച്ചപ്പെടുത്താനും വേണ്ടിയാണ് പുതിയ ഉപകരണം നിർമ്മിക്കുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ മൈക്രോചിപ്പ് ഇമേജർ വികസിപ്പിച്ചെടുക്കാനാണ് ഇരു സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്നത്. ആധുനിക ചരിത്രത്തിൽ എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യമായി വെനസ്വേല. അവശേഷിക്കുന്ന ഏക ഹിമാനിയായ ഹംബോർട്ട് ഹിമാനി ഉരുകാൻ തുടങ്ങിയതോടെയാണിത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വെനസ്വേലയിൽ 386 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള 6 ഹിമാനികൾ ഉണ്ടായിരുന്നു. 2011 ആകുമ്പോഴേക്കും അതിൽ 5 എണ്ണം പൂർണ്ണമായും ഇല്ലാതായി. ലാ കൊറോണ എന്നറിയപ്പെടുന്ന ഹംബോർട്ട് ഗ്ലേസിയറിന്റെ വലുപ്പം 2 ഹെക്ടറിലേക്കാണ് ചുരുങ്ങിയത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം. രാജ്യത്ത് ഈ അംഗീകാരം നേടുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സെന്റർ ഫോർ എക്സലൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് പുരസ്കാരം നൽകുന്നത്. മാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കിയ പദ്ധതികൾ മുൻനിർത്തിയാണ് അംഗീകാരം. 99.5% ലാൻഡ്ഫിൽ ഡൈവേർഷൻ നിരക്ക് വിമാനത്താവളം കൈവരിച്ചിരുന്നു. 77-ാം കാൻ ചലച്ചിത്രമേളയിൽ പായൽ കപ്പാടി സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടി. മേളയിലെ ഏറ്റവും വലിയ 2ാമത്തെ പുരസ്കാരമാണിത്. മലയാളികളായ ദിവ്യപ്രഭ, കനി കുസൃതി എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി അനസൂയ സെൻഗുപ്തയെ തിരഞ്ഞെടുത്തു. ബൾഗേറിയൻ സംവിധായകനായ കോൺസ്റ്റാന്റിൻ ബോജോനോവിന്റെ ഹിന്ദി ചിത്രമായ ദി ഷെയിംലെസ്സിലെ അഭിനയത്തിനാണ് പുരസ്കാരം. പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണവർ. ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ എഷിന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി പുരസ്കാരം മലയാളിയായ സന്തോഷ് ശിവൻ ഏറ്റുവാങ്ങി. 2024 സീസണിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജേതാക്കൾ. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. കൊൽക്കത്തയുടെ 3ാം കിരീടമാണിത്. 2012, 2014 വർഷങ്ങളിലാണ് ടീം കിരീടം നേടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിരാട് കോഹ്ലിയും കൂടുതൽ വിക്കറ്റ് നേടിയ താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് പഞ്ചാബ് കിങ്സിന്റെ ഹർഷൽ പട്ടേലും നേടി. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നിയമത്തിന് യൂറോപ്യൻ യൂണിയന്റെ അംഗീകാരം. 2021 യൂറോപ്യൻ കമ്മീഷൻ ആദ്യം തയ്യാറാക്കിയ AI നിയമ നിർമ്മാണത്തിൽ 2024 മാർച്ചിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നിരുന്നു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിലാണ് സമഗ്രമായ പുതിയ നിയമത്തിന് അംഗീകാരം നൽകിയത്. യൂറോപ്യൻ യൂണിയൻ കീഴിലുള്ള പൗരന്മാരുടെ ഡേറ്റ സംരക്ഷിക്കുന്നതിനും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ തടയുന്നതിനുമുള്ള മാർഗം ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2026ഓടെ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നത്. ചാനൽ പരിപാടികളുടെ അവതരണത്തിന്
നിർമ്മിത ബുദ്ധി അവതാരകരെ നിയോഗിച്ച് ദൂരദർശൻ. DD കിസാൻ ചാനലിലാണ് AI കൃഷ്, AI ഭൂമി എന്നിങ്ങനെ പേരിട്ടിരിക്കുന്ന ആങ്കർമാരെ അവതരിപ്പിച്ചിരിക്കുന്നത്. 50 ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും ഇവർക്ക് സംസാരിക്കാനാവും. 365 ദിവസവും നിർത്താതെ 24 മണിക്കൂർ ഇവർക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും. 2024 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്ന് 3 കൃതികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. തുളസിദാസ് രചിച്ച രാമചരിതമാനസ്, വിഷ്ണു ശർമ്മ രചിച്ച പഞ്ചതന്ത്രം, ആചാര്യ ആനന്ദവർദ്ധന രചിച്ച സൗഹൃദയ ലോകലോകന എന്നിവയാണ് കൃതികൾ. വിഖ്യാത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ റിച്ചാർഡ് ഷെർമൻ അന്തരിച്ചു. ജംഗിൾ ബുക്ക്, മേരി പോപ്പിൻസ്, ചിട്ടി ചിട്ടി ബാങ് ബാങ് തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1960 മുതൽ 1973 വരെ ഡിസ്നിയുടെ സംഗീത വിഭാഗത്തിലെ ജീവനക്കാരനായിരുന്നു. ഓസ്കാർ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്റ്റീൽ, ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. 148 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. കേരളത്തിൽ ഈ മേഖലയിൽ നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷനാണിത്. 1170 കോടി രൂപയുടെ വ്യാജ ഇടപാടും 209 കോടി രൂപയുടെ നികുതി നഷ്ടവും കണ്ടെത്തി. IPL-ൽ 8000 തികയ്ക്കുന്ന ആദ്യത്തെ താരം? ഉത്തരം വിരാട് കോഹ്ലി. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ T20 വിഭാഗം 400 മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം? ഉത്തരം ദീപ്തി ജീവൻജി. ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിനിടെ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം? ഉത്തരം സെമരു. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയത്? ഉത്തരം ഇഗ സ്വിറ്റേക്. പുരുഷന്മാരുടെ വിഭാഗത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ജേതാവ്. തൈവാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്? ഉത്തരം വില്യം ലായ് ചിങ്ഡെ. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്? ഉത്തരം റെമാൽ. ഒമാനാണ് പേര് നൽകിയത്. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്? ഉത്തരം ജനറൽ തുലാം. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം? ഉത്തരം സ്പെയിൻ. 2024 ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ? ഉത്തരം ശ്രീനിവാസ് ആർ കുൽക്കർണി. 30ാമത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റിലെ ജേതാക്കൾ? ഉത്തരം ജപ്പാൻ. ഇതോടെ 2024 ജൂൺ 15 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.